ഞങ്ങൾ ഓരോ പരിപാടിയിലും കുട്ടികളെ വ്യത്യസ്തങ്ങളായ കുട്ടികളെയാണ് ഭരണഘടനാ വായനയ്ക്ക് വേണ്ടി ക്ഷണിക്കുക, കണ്ടെത്തുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കൊണ്ട് അങ്ങനെ ഒരു സംഭാവന കുട്ടികൾ ഭരണഘടനയുടെ ആമുഖം അവരുടെ ഓർമ്മ പുസ്തകത്തിൽ എക്കാലത്തും സൂക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് നോക്കാതെ വായിച്ചെടുക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും കഴിയുന്ന രീതിയിലേക്ക് ഇത് വികസിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കൂൾ അടിസ്ഥാനത്തിൽ നടത്തിയ മത്സരങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷന് തന്നെ കുട്ടികൾ, പൂമരം എന്ന് പറയുന്ന ഒരു കുട്ടികളുടെ സംഘടനയുണ്ട് ഗ്രാമസ്വരാജ് ഫൗണ്ടേഷന്. 100 കണക്കിന് കുട്ടികൾ അതിനൊക്കെ തങ്ങുവാണ്. പൂമരം എന്ന് പറയുന്നത് ഏകദേശം 49ഓളം ഗ്രൂപ്പുകളായി ആയിരക്കണക്കിന് കുട്ടികൾ, വിവിധ ഗ്രൂപ്പുകൾ, വിവിധ പൂമരത്തിൻ്റെ ചിത്രകാരന്മാരുണ്ട്, പൂമരത്തിൻ്റെ നർത്തകരുണ്ട്, പൂമരത്തിൻ്റെ പാട്ടുകാരുണ്ട്, അക്കാദമിക് പഠന നിലവാരമുള്ള കുട്ടികളുടെ വേറെ ഇതുണ്ട്, പഠന നിലവാരം കുറഞ്ഞ കുട്ടികൾക്ക് സപ്പോർട്ട് വേണ്ട കുട്ടികളുണ്ട്, അവർക്കുള്ള സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഗ്രൂപ്പുകൾ വേറെയുണ്ട്. വിവിധങ്ങളായ മേഖലയിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ആഴ്ചയെ കൂടുമ്പോൾ, 2 ആഴ്ച കൂടുമ്പോൾ, 1 മാസം കൂടുമ്പോൾ കുട്ടികളുമായി ഓൺലൈനായി സംവദിച്ച് കുട്ടികൾക്ക് ആവശ്യമായ സംശയങ്ങൾ തീർത്തു കൊടുക്കുന്നു. അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ കരുത്തേകാൻ വേണ്ടി അവരുടെ വിദ്യാലയങ്ങളിലെ അധ്യാപകർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ചെയ്യുന്ന പോലെ തന്നെ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ നിരന്തരമായി കഴിഞ്ഞ വർഷങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചകളും മറ്റൊന്നും പരിപാടിയില്ലാതെ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് രാത്രി അവരുടെ കുട്ടികളുടെ കാര്യം പോലൊന്ന് മാറ്റി വെച്ചിട്ട് മറ്റൊരു സമയം കണ്ടെത്തിയിട്ട് ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നു, അവരുടെ ഈ കുട്ടികൾക്ക് വേണ്ടി വിവിധ ഘട്ടങ്ങളിലുള്ള. അപ്പം നാളെ വേറൊരു പരിപാടി കുട്ടികളുടെ അക്കാദമിക് കൗൺസിൽ നടക്കുകയാണ്. അപ്പോൾ വിവിധ ഘട്ടങ്ങളിലായിട്ടുള്ള കുട്ടികളുടെ പരിപാടികൾ, ഞാൻ പറഞ്ഞു പോകുന്നത് 49ഓളം ഗ്രൂപ്പുകളിലായി 4000ഓളം കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ ആയി വലിയൊരു ശൃംഖല പൂമരത്തിനുണ്ട്, ഗ്രാമസ്വരാജ് ഫൗണ്ടേഷനുണ്ട്. അതൊരു ജില്ലയിൽ മറ്റാർക്കും അവകാശപ്പെടാൻ കഴിഞ്ഞ 6-7 വർഷത്തെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല. നിരന്തരമായ വളരെ ആത്മാഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന കാര്യം, കണ്ണൂർ ജില്ലയിലെ ആയിരക്കണക്കിന് വീടുകളിൽ പൂമരത്തിൻ്റെ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ്റെ ഒരു സമ്മാനങ്ങളും കാണാൻ നിങ്ങൾക്ക്. ഇവിടെയുള്ള പല കുട്ടികളുടെയും ഒന്നിലേറെ നിരവധി സമ്മാനങ്ങൾ പൂമരത്തിൻ്റെ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ്റെ സമ്മാനങ്ങൾ വെക്കാൻ വേണ്ടി മാത്രം അലമാരകളുടെ വീടുകളുണ്ട്. അതുപോലെ ഫോട്ടോ എടുത്തത് എനിക്ക് അയച്ചു തരും. നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് ചെറുതൊന്നുമല്ലല്ലോ. അങ്ങനെ എല്ലാ തലത്തിലും ഇപ്പോൾ ഇന്ന് നോക്കൂ, ഇന്ന് ഞങ്ങൾ ഇവിടെ അനുമോദിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാഭ്യാസ പരിപാടിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കണ്ണൂരിലെ കസ്തൂർബ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയിട്ടുണ്ട്. 2 ആഴ്ച മുമ്പാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയപ്പോൾ അവിടെ ഡ്രഗ്സിനെതിരായിട്ടുള്ള ഒരു ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഒരു പരിപാടി, കുട്ടികൾക്കുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് കഴിഞ്ഞിട്ടപ്പം അതിൻ്റെ പ്രിൻസിപ്പൽ മാലിന്യ ടീച്ചറുണ്ട് പറഞ്ഞു, സാറേ ഞങ്ങളിവിടെ ഒരു കുട്ടികളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ഒരു ബോർഡ് വെച്ചിരുന്നു. ആ ബോർഡിൽ ഞങ്ങളെപ്പോലും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടുള്ള അഭിപ്രായങ്ങളാണ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് കുട്ടികൾ എഴുതിയത്. അത് നോക്കുമ്പോൾ കുട്ടികൾ എഴുതി വെക്കാണ്, നിങ്ങൾക്ക് ആദ്യം ചിലപ്പോൾ സ്വർഗം കിട്ടിയേക്കാം, ലഹരി ഉപയോഗിക്കുമ്പോണ്ടാകും, ആദ്യം നിങ്ങൾക്ക് സ്വർഗം കിട്ടിയേക്കാം, പിന്നെ നിങ്ങൾക്ക് നിരന്തരമായ സ്ഥിരമായ നരകമാണ് നിങ്ങൾക്ക് കിട്ടുക. ആ രീതിയിലുള്ള ഏറ്റവും ഞങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രസംഗിക്കാൻ പോകുന്ന ഞങ്ങളെ പോലും ചിലപ്പോൾ ഒരു ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടുള്ള കമൻറ്റുകൾ അല്ലെങ്കിൽ എഴുത്തുകൾ അവർ കുട്ടികൾ എഴുതിയിട്ടുണ്ടായിരുന്നു. നോക്കൂ, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ വെച്ചിട്ട് ശുഭാംശി ശുക്ല ഭാരതത്തിൻ്റെ അഭിമാനമാണ്, ലോകത്തിൻ്റെ നെറുകയിൽ നമ്മുടെ ഭാരതം നിൽക്കുന്നു. ആ ശുഭാംശി ശുക്ലയുമായി എങ്ങനെയാണ് സംസാരിച്ചതെന്ന് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. സാറ്റലൈറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ശുഭാംശി ശുക്ല ഫോൺ പിടിച്ചിട്ടായിരിക്കില്ല, ഫോൺ പിടിച്ചിട്ടാണോ? അല്ലല്ലോ, സാറ്റലൈറ്റ് വിടില്ലേ, സാറ്റലൈറ്റ് വിട്ട് ആ ശുക്ലയുമായി സംസാരിച്ച കുട്ടികൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കിപ്പോൾ ഭാരമുണ്ടോ? നിങ്ങളെങ്ങനെയാണ് ബഹിരാകാശത്ത് നിൽക്കുന്നത്? നിങ്ങൾക്ക് ഭാരമുണ്ടോ? നിങ്ങൾക്ക് തലയ്ക്ക് ഭാരമുണ്ടോ? കൈക്ക് ഭാരമുണ്ടോ? അവരിങ്ങനെ ബഹിരാകാശത്ത് ഇങ്ങനെ ആടിക്കൊഴിഞ്ഞുകൊണ്ട് കുട്ടികളോട് സംസാരിക്കുകയാണ്. എന്തിനെക്കുറിച്ച്? നാളെക്കുറിച്ച്, ഇന്ത്യയുടെ സ്പേസിൻ്റെ സാധ്യതകളെക്കുറിച്ച്, അതുപോലെ തന്നെ സയൻസിൻ്റെ സാധ്യതകളെക്കുറിച്ച് അവർ കുട്ടികളുമായി സംവദിക്കുന്നു. അതിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് 10 പേരെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ASRO 10 പേരെ സെലക്ട് ചെയ്തിരുന്നു. പക്ഷേ 2 കുട്ടികൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് ബാക്കി 8 കുട്ടികൾ പങ്കെടുത്തു. ആ 8 കുട്ടികളെയും ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട്, ഞങ്ങൾ ആ കുട്ടികളോട് ഒരു തരത്തിലും ബന്ധമില്ല ഞങ്ങൾക്ക്. അവരാരും ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ്റെയോ പൂമരത്തിൻ്റെ മെമ്പർമാർ പോലുമല്ല. അവരേതൊക്കെയോ സ്കൂൾ പഠിക്കുന്ന ആരുടെയൊക്കെയോ മക്കളാണവർ. അവരെ ഞാൻ അവരുടെ നമ്പർ സംഘടിപ്പിച്ചു. ആ കുട്ടികളെല്ലാം വിളിച്ച്, മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വീകരണം ഒരുക്കുന്നുണ്ട്, നിങ്ങളാണ് അഭിമാനം, നിങ്ങൾ ഇവർക്ക് മാതൃകയാണ്, നിങ്ങളെ കണ്ടു വേണം ഈ കുട്ടികളൊക്കെ വളരാൻ. നിങ്ങളുടെ അജയ്യമായ കരുത്തിനെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം ഇവിടെ ഇരിക്കുന്ന 100 കണക്കിന് കുട്ടികൾക്ക് മാതൃകയാവേണ്ടതുണ്ട്.
അതുകൊണ്ട് മക്കളെ നിങ്ങൾ വരണം, നിങ്ങൾക്ക് ചെറിയൊരു സ്വീകരണം ഞങ്ങൾ ഒരുക്കുന്നു. വലിയ വാദ്യഘോഷങ്ങളൊന്നും ഇല്ലല്ലോ, മുല്ലപ്പൂമാലകളില്ല, വാദ്യഘോഷങ്ങളൊന്നുമില്ല. നിങ്ങളുടെ പേരും ഞങ്ങളുടെ എളിയ ഉപഹാരം സ്വീകരിച്ച് പോകണമെന്ന് കുട്ടിയോട് പറഞ്ഞപ്പോൾ, കുട്ടിയുടെ രക്ഷിതാക്കളോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഒരാളൊഴിച്ച് പാർവണിയും വന്നു. എല്ലാവരും ഇല്ലേ, എല്ലാവരും എടുത്തി. അവർ 8 പേര് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പയ്യന്നൂരിൽ നിന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികളുണ്ട്, അവരെത്തിയിട്ടുണ്ട്. അങ്ങനെ അവരെയും ഈ വേദിയിൽ വിളിച്ച് ഇരുത്തിയാണ്. അങ്ങനെ നിരവധി ആളുകൾ ഇന്ന് ഈ PN പണിക്കരുടെ ഈ പരിപാടിയായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കവികൾ, സാഹിത്യകാരികളെ ഞങ്ങൾ ആദരിക്കുകയാണ്. ഒരു ചെറിയ കയ്യടി പോരാ, അത് വലിയ കയ്യടി വേണ്ടി വരുന്നത്. ഞങ്ങളിത് ഒരുപാട് എല്ലാ അവാർഡുകളും പുരസ്കാരങ്ങളും ചില ആളുകളിൽ മാത്രം നിക്ഷിപ്തമായ ഒരു ഘട്ടമാണ്. ചില ആളുകൾക്ക് മാത്രമാണ് അവാർഡും പുരസ്കാരങ്ങളൊക്കെ നൽകുള്ളൂ. പുതിയ കാലത്തെ പുതിയ തലമുറ എഴുത്തുകാരുണ്ട്, നിരവധി പേർ എഴുതി ഇതൊന്ന് പ്രസിദ്ധീകരിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന, പ്രസിദ്ധീകരിക്കാതെ ഇങ്ങനെ വീട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ അട്ടി വെച്ചിട്ടുണ്ട് പല ആളുകളുടെ കവിതയും കഥയും. എനിക്കറിയാം നിരവധി പേരെ ഞാൻ കണ്ടെത്തിയിട്ട് അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിരവധി പേരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ നിർബന്ധിച്ചിട്ട് അവരുടെ പുസ്തകങ്ങൾ, അവരുടെ ചെറിയ ലേഖനങ്ങൾ, ചെറിയ മാഗസീനുകൾക്ക് പ്രസിദ്ധീകരിപ്പിച്ച് അവർക്കൊരു ആവേശം പകർത്ത്, അവർക്കൊരു ഉത്തേജനം പകർന്ന്. നോക്കൂ, നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടക തന്നെ പല വേദികളിൽ അവരുടെ കവിതകൾ, അവർ 13ാമത്തെ വയസ്സിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഒട്ടേറെ ബുദ്ധിമുട്ടുകളുള്ള ഒരു ഘട്ടത്തിൽ, ജീവിതം തിരിച്ചടിയുടെ ഒരു കാലഘട്ടത്തിൽ 13ാമത്തെ വയസ്സിൽ ആദ്യം കൃഷ്ണനെക്കുറിച്ചൊരു കവിത എഴുതി. ആ കവിതയിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് വീണ്ടും ജീവിത പ്രതിസന്ധിയിൽ വന്നപ്പോൾ കവിത എഴുത്തൊക്കെ നിർന്നു. പിന്നീട് അവരെ എഴുത്തിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളടക്കമുള്ള കേരളത്തിലെ ഒരു വിശാലമായ സൗഹൃദ ബന്ധമുണ്ട്. ആ സൗഹൃദ ബന്ധത്തിലേക്ക് മാഡം വന്നതിന് ശേഷമാണ് വീണ്ടും എഴുത്തിലേക്ക്. ഇപ്പം നിരവധി പുസ്തകങ്ങളായി കവിതയുടെ നിരവധി കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നീട് ജീവിത സമരങ്ങളിലൂടെ, ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളിലൂടെ സ്വയം സംരംഭകയായി, ഇന്ന് ആർക്കും അത്ര പെട്ടെന്നൊന്നും പിടിച്ചു കെട്ടാൻ കഴിയാത്ത രീതിയിൽ ഒരു സംരംഭകയായി വളർന്നു. എന്താണ് യാഥാർത്ഥ്യം, എന്താണ് ബിസിനസ് എന്ന് ഞാനൊരു ചോദിച്ചിട്ടില്ല. പക്ഷേ വലിയ ബിസിനസ്സുകളൊക്കെയാണ്, വലിയ ഗുരുവായൂരക്കും എല്ലൊക്കെയായിട്ട് വലിയ ബിസിനസ് ശൃംഖലകൾ അവർ കേരളത്തിലാകുകയും കേരളത്തിന് പുറത്തും വിദേശത്തും പടുത്തുയർത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ പരിപാടിക്ക് ഹരിപ്പാടിൽ നിന്ന് സ്വന്തം വണ്ടി ഓടിച്ച് സ്വന്തമായി അവിടെ കേൾക്കേണ്ട റൂമൊക്കെ ബുക്ക് ചെയ്ത് ഈ പരിപാടിക്ക് വരാൻ വേണ്ടി മാത്രം, ഈ കുട്ടികളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഈ തിരക്കിനിടയിൽ ചെറിയ കയ്യടി മതിയോ, വലിയ കയ്യടി മതി? എങ്ങനെയാണ് അവരെ ഞങ്ങൾ ഈ ഗാംസുരാജ് ഫൗണ്ടേഷന് വേണ്ടി നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ പരിപാടിക്ക് വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ ഞാൻ വന്ന സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിച്ചു, എന്തായാലും ഇവിടെ വന്നതല്ലേ, അപ്പം ശരിയാശ്ശേരി വരെ ഒന്ന് പോയിക്കളാം, അതിന് സമയം കണ്ടെത്തിയിട്ടില്ല, നാളെ പോകുമെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്. ഇവിടെ വരെ വന്നതാണത് ഏതായാലും. അപ്പോൾ ഞാൻ ഇവിടെ പുരസ്കാരം നൽകി ആദരിക്കുന്ന 2 പേർ, ഒന്ന് നമ്മുടെ ഗാംസുരാജ് ഫൗണ്ടേഷൻ്റെ മെമ്പർ തന്നെയാണ്, കുറച്ച് അടുത്ത കാലത്തായിട്ട് ശ്രീമതി ലീമ സജീവൻ, കവിയത്രിയാണ്. അത് നിരവധി കവിതകൾ, അവരുടെ എഴുത്ത് എനിക്കറിയാം. അവരുടെ ഉപന്യാസ മത്സരത്തിലൊക്കെ നമ്മളോട് പങ്കെടുക്കുമ്പോൾ അവരുടെ എഴുത്തിനെക്കുറിച്ച് എനിക്ക് നല്ലൊരു ധാരണയുണ്ട്. ഏതായാലും അവർക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് ഈ പുരസ്കാരം ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ബീന MP, സത്യത്തിൽ ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുകയാണ്. അവരിവിടെ വന്നപ്പോൾ എനിക്ക് അവരെ തിരിച്ചറിയാൻ പോലും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു. അവരിങ്ങനെ ദൂരെ എന്താണ് എന്നെ തീരെ മൈൻഡ് ചെയ്യാതെ, ഞാനൊരു കവിയത്രയ്ക്കല്ലേ, എന്നെ എന്താ മൈൻഡ് ചെയ്യാതെ ദൂരെ മാറിക്കുമ്പോൾ എനിക്കറിയാവുന്ന ഇവർ ആരാണ് ബീന. അങ്ങനെ ലെസി ടീച്ചറാണ് പറഞ്ഞത്, മാഷേ ഇതാണ് ബീന എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓടിക്കുന്നത് ഒന്നിച്ച്. ഏതായാലും തലാപ്പി മിക്സഡ് UP സ്കൂളിലെ ജീവനക്കാരിയാണ്. അവിടെ നിന്ന് കണ്ടിട്ടുണ്ടാവും തോന്നുന്നല്ലേ, കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുടെ ഇടയ്ക്ക് അവിടെ പോകുന്നതാണ്. അപ്പോൾ ഏതായാലും ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ എവിടേക്ക് എത്തിപ്പോയി, ഞാൻ നീട്ടുന്നില്ല. ഇതൊക്കെ ഞാൻ പറയണമല്ലോ, നിങ്ങൾക്ക് ഒന്ന് മൊത്തത്തിൽ പരിചയപ്പെടണം, എന്താ സംഭവിക്കുന്നത് പരിചയപ്പെടേണ്ടതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് വിവിധ സ്കൂളുകളിൽ നിന്ന് മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ടാവുമല്ലോ. റോയൽ സ്കൂളിൽ നിന്ന് ആരും വന്നിട്ടുണ്ടോ? തളിപ്പറമ്പ് റോയൽ ഇല്ല, തളിപ്പറമ്പ് റോയൽ. വിദ്യാനികേതൻ നിന്നുണ്ടോ? വിദ്യാനികേതൻ സ്കൂളിൽ നിന്നുണ്ടോ? ഇല്ല. അല്ലൂർന്നുണ്ടോ? അല്ലൂർന്നുണ്ട്. എത്ര പേരുണ്ട് നിങ്ങൾ? അതായത് കുട്ടികൾക്ക് ഞങ്ങളിത് പാർസലായി കൊടുത്തു വെക്കില്ല. എല്ലാ കുട്ടികളും പേര് വിളിക്കുമ്പോൾ വേദിയിൽ വന്ന് കുട്ടികൾ തന്നെ വാങ്ങണം. അതത് സ്കൂൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്, രക്ഷിതാക്കളെ അറിയിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരാൾ വന്ന് 4 പേരെ പാർസൽ കൊണ്ടുപോകുന്ന പരിപാടിയില്ല. കാരണം ഞങ്ങൾ കുട്ടികളെയാണ് അനുമോദിക്കുന്നത്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങൾ എടുക്കുന്ന സ്ട്രെയിൻ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഇതിങ്ങനെ പാർസലായി കൊടുത്തു വിടുന്ന പരിപാടി എന്തായാലും ഉണ്ടാവില്ല. ഇവിടെ വന്നവർക്ക് മാത്രം വന്ന് സ്വീകരിക്കാം, സന്തോഷപരമായി സ്വീകരിച്ചു പോകാം. സ്കൂളിന് ആവശ്യമുള്ള 2nd 3rd കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ അതത് സ്കൂളുകൾ ഞങ്ങൾ എത്തിക്കും കേട്ടോ, അതിന് ബുദ്ധിമുട്ടില്ല.
സ്കൂളുകളിലെത്തിക്കും. ഞങ്ങൾ തന്നെ വന്ന് ആ കുട്ടികൾക്ക് ആ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കും. പ്രിയപ്പെട്ട ഒരു കവിയുണ്ട്, നമ്മൾ എനിക്ക് സന്തോഷത്തോടു കൂടി പറയാൻ പറ്റുന്നൊരു കാര്യം, ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ പൂമരത്തിന് ഒരു സ്വാഗതഗാനം വേണമെന്നൊരു ആലോചന ഉണ്ടായി. സ്വാഗതഗാനം വേണം, പൂമരം ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടുകയാണല്ലോ, കുറേ ആളുകൾ ഒരു സ്വാഗതഗാനം പോലെ പൂമരത്തിനൊരു കുട്ടികളെ വെച്ചുകൊണ്ട് ഒരു ആൽബം പോലെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ആലോചന കഴിഞ്ഞ് വെക്കേഷനിൽ വന്നപ്പോൾ ഞാൻ ആദ്യം ഒരു തടസ്സമില്ലാതെ ഞാൻ വിളിച്ച് പറഞ്ഞത് പൂമരത്തിൻ്റെ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ്റെ ഏറ്റവും അടുത്ത ഉറ്റ ചങ്ങാതിയായിട്ടുള്ള കവി ആനന്ദകുമാർ പർവ്വത്തിനെയാണ്. അദ്ദേഹം മാഹി സ്വദേശിയാണ്. നിരവധി എഴുത്തുകൾ, നിരവധി പുസ്തകങ്ങളിലൊക്കെ അദ്ദേഹം നിരവധി പുരസ്കാരങ്ങൾ, അവാർഡുകളൊക്കെ വാങ്ങിച്ച ഒരു വലിയ ഒരു എഴുത്തുകാരനാണ് ആനന്ദകുമാർ പർവ്വത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട്, ഒരു എഴുത്ത്, ഗാനം പൂമരത്തിൻ്റെ ആമുഖ ഗാനമായി ഒരു അടുത്ത് തന്നെ ഇറങ്ങും. ഒരു സാങ്കേതികത്വം കൊണ്ടാണ് ഇങ്ങനെ നിന്നു പോകുന്നത്. പക്ഷേ എൻ്റെ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു. ഈ നമ്മുടെ പ്രതിഭാ സംഘവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട അതിഥി കവയത്രി ഡോക്ടർ ഷൈനി മീരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ്റെ ഒട്ടനവധി പ്രോഗ്രാമുകളിൽ ഞാനിവിടെ വന്ന് ഉദ്ഘാടനവും ചീഫ് ഗസ്റ്റുമായിട്ടൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എപ്പോഴും സാറിന് ഓരോ നല്ല നല്ല പുതിയ പുതിയ കാര്യങ്ങളാണ് സാർ ചെയ്യുന്നതെന്നുള്ളത് അതൊരു എത്ര പറഞ്ഞാലും നമുക്ക് അങ്ങോട്ട് എന്താ പറയുക, എത്ര അഭിനന്ദനങ്ങൾ പറഞ്ഞാലും അതൊന്നും ആകില്ല. കാരണം അതുകൊണ്ടാണ് ഇത്ര ദൂരം ഈ മഴയത്തും ഹരിപ്പാട് നിന്ന് ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ടാവും, ഒരു 350 കിലോമീറ്ററോളം ഉണ്ടാവും. ഞങ്ങൾ എത്തിയത് തന്നെ ഇന്ന് വെളുപ്പിൻ്റെ 4 മണിക്കാണ്. അപ്പോൾ അതിനായി ഇവിടെ ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും ബുദ്ധിമുട്ടി വരണം എന്നുണ്ടെങ്കിൽ സാറിൻ്റെ ഓരോ പ്രവൃത്തികളെയും അത്രയേറെ അംഗീകരിക്കുന്നതും അത്രയേറെ അഭിനന്ദനം അർഹിക്കുന്നതുമായ ഓരോ പ്രവൃത്തികളും സാറിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്നത് കൊണ്ടും, അതുപോലെ പാവപ്പെട്ടവർക്കായാലും ഇന്ന് കഴിഞ്ഞ ദിവസം സാറ് ഒരു ആദിവാസി കോളനിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ സാറിൻ്റെ എന്താ പറയുക, ഓരോ നല്ല നാളുകൾ വരുമ്പോഴും തെരുവോരങ്ങൾക്ക് കിടക്കുന്നവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കാനായി, വസ്ത്രങ്ങൾ കൊടുക്കാനായി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാറിൻ്റെ ഭാഗത്തു നിന്ന് എനിക്കറിയാവുന്ന സംഘടനയിൽ വെച്ച് ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ഇന്നും തിളക്കത്തോടെ മുന്നോട്ട് പോകാനുള്ള വലിയൊരു കാരണം അത് തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ഇപ്പം തന്നെ പൂമരത്തിലുള്ള ഒരുപാട് അഭിനയിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പാട്ട് പാടുന്ന കുട്ടികൾ, ചിത്രം വരയ്ക്കുന്ന കുട്ടികൾ, ഇപ്പം തന്നെ ബഹിരാകാശത്ത് സംബന്ധിച്ച കുറച്ച് കുട്ടികളുണ്ട്. കുട്ടികളെ പേരൊന്നും എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഓരോ പ്രതിഭകളെ കണ്ടെത്തി സാറ് അവർക്ക് പ്രമോഷൻ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ഫൗണ്ടേഷൻ, ഒരു ഇതാണ് നമുക്ക് അത്രയേറെ ഇതായിട്ടുള്ള ഒരു വേദിയാണ് ഈ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇത്രയും റിസ്ക് എടുത്തിവിടെ വന്നതും. പക്ഷെ ഇവിടെ ഈ ഉദ്ഘാടന വേദിയിലെത്താൻ അല്പം താമസിച്ചു പോയി. എല്ലാവരും ക്ഷമിക്കുക, സാറടക്കം എല്ലാവരും ക്ഷമിക്കുക. പിന്നെ നമുക്കിപ്പോൾ ഇന്ന് വായനാ ദിനം ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2017 ജൂൺ 19 മുതലാണ് വായനാ ദിനം എന്നൊരു ദിവസം നമ്മൾ ആചരിച്ചു പോകുന്നത്. എങ്കിലും വായന എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, എല്ലാവർക്കും അറിയാം അല്ലേ? കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ, ഇവിടുത്തെ സ്വാഗത സംഘം പറഞ്ഞതുപോലെ. അപ്പം വായനാ ദിനത്തില് നമ്മൾ ഇന്ന് 2017 ജൂൺ 19 മുതലാണ് നമ്മൾ വായനാ ദിനം ആചരിച്ചു പോകുന്നതെങ്കിലും വായന എന്ന് പറയുന്നതിനൊരു ദിനം നമുക്ക് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഇല്ല. കാരണം ഇന്ന് ഈ വായന എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും മാറിയതിന് ശേഷം ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് നമുക്ക് ഈ വായനാ ദിനം എന്ന് പറയുന്ന ഒരു ദിവസവും അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ പ്രോഗ്രാമും വളരെയേറെ ഗുണം ചെയ്യുന്നത് തന്നെയാണ്. കാരണം കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാൽ വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അതെ, നമുക്ക് അറിവ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വളരെയധികം അനുഗ്രഹമാണ് നമ്മുടെ അറിവ് എന്ന് പറയുന്നത്. അത് ഒരാൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാനോ ഒന്നും നമുക്ക് സാധ്യമല്ല. നമ്മുടെ അറിവ് നമ്മുടെ ഉള്ളിലാണ്. ഇന്നത്തെ കുട്ടികളുടെ മുന്നോട്ടുള്ള ഓരോ ജീവിത രീതികളും അവരുടെ വളർച്ചയിലും വളരെ ആശങ്കാകുലരാണ് മാതാപിതാക്കളും അധ്യാപകരും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു മക്കളോട് പറയാനുള്ളത്, വായനയിലൂടെ നമ്മൾ അറിവ് നേടുക.
എത്ര നമ്മൾ കണ്ടാലും കേട്ടാലും വായിച്ച് വളരുന്നതോടൊപ്പം അല്ലെങ്കിൽ വായനയിലൂടെ കിട്ടുന്ന ആ ഒരു ഹൃദ്യസ്ഥമായ ഒരു അറിവ് നമുക്ക് വായനയിലൂടെ കിട്ടുന്നത് പോലെ നമുക്ക് എങ്ങു നിന്നും കിട്ടുകയില്ല. അതുകൊണ്ട് കുഞ്ഞു മക്കൾ എല്ലാവരും, നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, അതുപോലെ കുറച്ച് സമയം നമ്മൾ വായിക്കാൻ വേണ്ടി കണ്ടെത്തുക. നമ്മൾ അതിലൂടെ അറിവുകൾ നേടുക, മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുക, അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് കൈപിടിച്ചുകൊണ്ട്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ ആവശ്യമാണ്. കാരണം ഇന്നത്തെ ഒരു സമൂഹം ആ രീതിയിലേക്ക് ആയിപ്പോയി. കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾക്ക് എന്താ പറയുക, രക്ഷകർത്താക്കൾക്ക് ആകുലതയല്ലേ, എല്ലാവർക്കും ആകുലതയാണ്. മക്കൾ രാവിലെ പോകുന്ന മക്കൾ തിരിച്ചു വരുന്ന രീതി ഒക്കെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു ഘട്ടത്തിലേക്ക് കടന്നുപോയി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് വായനയിലൂടെ അറിവ് നേടുക അല്ലെങ്കിൽ വായിക്കുക എന്നത് അത് നമ്മുടെ ജീവിതത്തിലെ ഒരു തപസ്യായിട്ട് മാറ്റുക എന്നത് വളരെയധികം ആവശ്യകരമായ ഒരു കാര്യമാണ്. വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ വരുന്ന ഒരു മാസക്കാലം, അതായത് ജൂൺ 19 മുതൽ ജൂലൈ 19 വരെയാണ് വായനാ ദിനത്തിൻ്റെ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓരോ ജില്ലകളിലും അതിൻ്റെതായ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നന്ദിയും നമസ്കാരവും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം, സന്തോഷം, നന്ദി. ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ PN പണിക്കർ സ്വരാജ് പുരസ്കാര ജേതാക്കളെ ആദരിക്കുന്നതാണ് അടുത്തതായിട്ട്. അതിനായി ഡോക്ടർ ഷൈനി മീര മാഡത്തിനെ ക്ഷണിക്കുന്നു. സ്വരാജ് പുരസ്കാര ജേതാവായ ശ്രീമതി ബീന MB. വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഇത്തരം വിവിധങ്ങളായ പരിപാടി, ഇതൊരു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ്റെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത്. അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മക്കളെ, രക്ഷിതാക്കളെ, നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി ഈ 8 കുട്ടികളെ ചേർത്ത് പിടിക്കാം. ഈ പരിപാടിയുടെ ആദ്യത്തെ ഇനമായി അത് വെച്ച് തന്നെ, അതുകൊണ്ടാണ് പ്രധാനമായും നമുക്ക് നിങ്ങൾക്കെല്ലാം ഒരു മാതൃകയാക്കാവുന്ന അല്ലെങ്കിൽ ഒരു ആത്മവീര്യം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലാണ് നാളത്തെ സയൻറ്റിസ്റ്റുകളായി മാറിയേക്കാവുന്ന 8 കുട്ടികളെ അവർക്ക് ചെറിയൊരു ഉപഹാരം, ശുഭാപ്തി ശുക്ല ബഹിരാകാശത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് വലിയൊരു ഉപകാരമായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്നാലും ഗ്രാമസ്വരാജ് ഫൗണ്ടേഷന് അത്രേ കഴിയൂ എന്നും കൂടി പറഞ്ഞുകൊണ്ട് അത് അവരെ ഏൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ബാബു പണ്ണീർ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. സ്വീകരിക്കാൻ കുട്ടികളുടെ പേര് വിളിക്കുന്നതനുസരിച്ച് കുട്ടികൾ വേദിയിൽ വന്നും സ്വീകരിക്കേണ്ടതാണ്. സ്ഥാനം വഹിക്കുന്നതിന് പ്രിയപ്പെട്ട ശ്രീമതി ടീച്ചറെ, ഇങ്ങനെയൊരു അവസരം ലഭിച്ചു എന്നത് മുതൽ ഞങ്ങൾക്ക് ഒരുപാട് ആകാംക്ഷയായിരുന്നു. കാരണം അദ്ദേഹത്തെ കാണണം, സംസാരിക്കണം, എന്തൊക്കെയാണ് ചോദിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വലിയ സിനിമാ തിയേറ്ററൊക്കെ പോലെ വലിയ സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ ഞങ്ങൾ ഒരു ഓഡിറ്റോറിയം പോലെ ഞങ്ങൾ കുട്ടികളെല്ലാവരും അവിടെ ഇരുന്നു.
പിന്നീട് നമ്മുടെ ഉദ്ഘാടന ചടങ്ങും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ആദ്യത്തെ ഉച്ചവരെയുള്ള 2 സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ റോക്കറ്റ് ലോഞ്ചിങ്ങും അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ, അതിന്റെ ഭാഗങ്ങൾ, അതിന് പിന്നിലുള്ള സയൻസ് പരമായ കാര്യങ്ങളൊക്കെ സ്ലൈഡ് പ്രസന്റേഷനിൽ അവിടെയുള്ള സയന്റിസ്റ്റുമാർ തന്നെ ഞങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ തന്നു. അതിനുശേഷം നിങ്ങൾ തിരിച്ച് പുറത്തേക്ക് വന്ന് ബസ്സിൽ VSCയുടെ സ്പേസ് മ്യൂസിയം ഉണ്ട്, അവിടേക്ക് ഞങ്ങൾ എല്ലാവരും പോയി. അപ്പോൾ അവിടെ വെച്ച് പോകുമ്പോൾ നമ്മുടെ ഇന്ത്യ ഇതുവരെ ചെയ്ത എല്ലാ റോക്കറ്റ് ലോഞ്ചിങ്ങിൻ്റെയും പ്രോട്ടോടൈപ്പ് മാതൃകകളും അതുപോലെ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയൊരു ദൗത്യമാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. ഇന്ത്യ ഇനി തയ്യാറെടുക്കുന്നത് നമ്മുടെ ബഹിരാകാശത്തേക്ക് പോകുന്ന റോക്കറ്റുകളിൽ ഇപ്പോഴും 2 പേർക്കാണ് പൈലറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ കേബിൻ ക്രൂവിൽ ഇരിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇനി 3 പേര് ഇരിക്കാനുള്ള ഒരു സിസ്റ്റം എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ ഒരു മഹത്തരമായ മിഷനാണ് അടുത്ത ഗഗൻയാൻ എന്ന് പറയുന്നത്. ഗഗൻയാന്റെ അതിന്റെ മാതൃകയും കാണാൻ സാധിച്ചു. അതുപോലെ അതിനുശേഷം വീണ്ടെടുത്ത നമ്മുടെ അയച്ച ശേഷം അതുപോലെ തന്നെ തിരിച്ചെടുത്ത ശരിയായ റോക്കറ്റിന്റെ ഭാഗങ്ങളൊക്കെ കാണാൻ സാധിച്ചു. അപ്പോഴൊക്കെ മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടായി. അതുപോലെ ഇത്തരത്തിലുള്ള പരിപാടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു മേഖലയിലേക്ക് ഇപ്പം ലക്ഷ്യമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ സംബന്ധിച്ച് അവർക്ക് പറ്റിയ മേഖല ഏതാണെന്ന് തിരഞ്ഞെടുക്കാനും അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് BSCയിലേക്ക് വന്നു. ഉച്ചയ്ക്ക് ശേഷം 2:30ക്കാണ് ശുഭാംശു സാറുമായിട്ടുള്ള മീറ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് ഉച്ചഭക്ഷണത്തിന് ശേഷം അതിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. ഏകദേശം 2:15 മുതൽ തന്നെ ഇതിന്റെ കണക്ഷനിന്റെ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളിപ്പം അടുത്തിരുന്ന് ഇപ്പം ശ്രീദേവിന്റെ ഇവിടെ ഞങ്ങളൊക്കെ അപ്പുറം പറയാൻ തുടങ്ങി. കാരണം എങ്ങനെയാണ് ബഹിരാകാശത്തേക്ക് സംസാരിക്കാൻ പറ്റുക അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ പോകുന്ന ആ ഒരു വലിയ രീതിയിൽ ഓരോ മിനിറ്റ് കഴിയും തോറും ഞങ്ങളുടെ ഉള്ളിൽ അവർ കാണാൻ പോകുന്നതിന്റെ ആകാംക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം ഇവർ പല സമയങ്ങളിലായിട്ട് ഇതിന്റെ കണക്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരിട്ടായിരുന്നില്ല ബഹിരാകാശത്തേക്ക് അവരുമായിട്ട് കണക്ട് ചെയ്തത്. കാരണം അമേരിക്കൻ ഏജൻസിയുടെ ഇതിൽ പോയതിനാൽ തന്നെ അമേരിക്കയിലേക്ക് ഞങ്ങൾ ആദ്യം BSCയിൽ നിന്ന് കണക്ട് ചെയ്തു. അമേരിക്കൻ ഏജൻസിയാണ് ഞങ്ങൾ സ്പേസിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇതിന്റെ നമ്മുടെ സാധാരണ രീതിയിൽ ഒരു ഗൂഗിൾ മീറ്റ് ഒക്കെ വിളിക്കുന്നത് പോലെ തന്നെയായിരുന്നു. പക്ഷെ അതിൻ്റെതായ സിസ്റ്റവും സാറ്റലൈറ്റ് സംവിധാനത്തിൽ അങ്ങനെ കൃത്യം 2:30 ആയപ്പോൾ ശുഭാംശു സാറ് മുന്നിലേക്ക് വന്നു. അപ്പോഴും തന്നെ ഒരുപാട് സത്യം പറഞ്ഞ രോമാഞ്ചം എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്രയും വലിയൊരു അഭിമാനം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൈയടിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ നമ്മളെ ചോദ്യങ്ങൾ നമുക്ക് സാങ്കേതികയുടെ പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഒരു പേപ്പറിൽ അതിനു മുന്നേ എഴുതിയിട്ട് നമ്മുടെ അവിടെയുള്ള നമ്മുടെ സയന്റിസ്റ്റുമാർക്ക് കൊടുത്തിരുന്നു. അപ്പൊ അതിൽ നിന്നും പൊതുവായിട്ട് എല്ലാവരിൽ നിന്നും വന്ന ചോദ്യങ്ങൾ, അവിടെയുള്ള അനുഭവങ്ങൾ, അവരുടെ ഭക്ഷണ രീതികൾ, അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ, അതിനൊക്കെ കുറിച്ചായിരുന്നു പൊതുവായിട്ട് വന്ന ചോദ്യങ്ങൾ. അപ്പോൾ നമ്മുടെ എല്ലാവരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ, അപ്പോൾ നേരത്തെ പറഞ്ഞു സാർ പറഞ്ഞതുപോലെ തന്നെ അവിടെയുള്ള ഭാരമില്ലായ്മയൊക്കെ പറ്റി പറഞ്ഞു. അപ്പൊ അതൊക്കെ ചോദിച്ചപ്പോഴെന്ന് വെച്ചാല് അദ്ദേഹം സത്യം പറഞ്ഞ കുട്ടികളെ പോലെ തന്നെ ചിരിച്ചു കളിച്ചുകൊണ്ട് അത്രയും വലിയ അവസരം ലഭിച്ച വലിയൊരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം ഞങ്ങളോട് വളരെ നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഭാരമില്ലായ്മയൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്നൊന്ന് കറങ്ങി. നമുക്ക് ഭൂമിയിൽ നിന്ന് പറ്റാത്ത ആ ഒരു റോക്കറ്റ് ഒന്നിങ്ങനെ അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ തലകുത്തി നിന്നു. അതിനുശേഷം അത് കാണിച്ചു തന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതികളൊക്കെ പറ്റി ചോദിച്ചപ്പോൾ എന്തും കൊണ്ടോ ഇപ്പൊ ഇന്നലത്തെ പത്രത്തിലുണ്ടായിരുന്നു അവർ തിരിച്ചു വരുന്നതിന് മുന്നേ അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളെ പറ്റി, കഴിക്കുന്ന കേക്കും അതുപോലെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അവർക്ക് കഴിക്കാന്നുള്ള അങ്ങനെ ഒരുപാട് അത്ര നാളുള്ള ചിന്ത എന്ന് വെച്ചാൽ അവിടെ പോകുമ്പോൾ പ്രത്യേക രീതിയിലുള്ള ഭക്ഷണമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയില്ല. പക്ഷെ അത്തരത്തിലുള്ള അറിവുകളൊക്കെ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത്. അതിനുശേഷം പിന്നീട് അവര് ഒരു ദിവസം ഏകദേശം 3 മണിക്കൂറോളം അവരുടെ മസിലി വീക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് എക്സസൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അത് അവർ ചെയ്യുന്ന എക്യുപ്മെന്റുകൾ ഞങ്ങൾക്ക് 1-2 റിബണും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണിച്ചു തന്നു. അങ്ങനെ ഏകദേശം 2:30 മുതൽ 3 മണി അരമണിക്കൂറായിരുന്നു അവരുമായിട്ടുള്ള നമുക്ക് സംവാദം എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നത്. ഇതേ സമയം തന്നെ ഇന്ത്യയിൽ 2 സ്ഥലത്താണ്, ഒന്ന് നമ്മുടെ തിരുവനന്തപുരവും മറ്റേത് ലക്നൌവിൽ അദ്ദേഹം പഠിച്ച സ്കൂളിലുമായിരുന്നു ഈ ഒരു ലൈവ് നടന്നിരുന്നത്. അപ്പോൾ ആ സ്കൂളിൽ അവിടെയുള്ള ഏരിയയിലുള്ളവർക്കൊക്കെ അവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടായിരുന്നു. അതും നമുക്ക് ഈ ഒരു സെയിം സമയം തന്നെ ഒരു കാമണിക്കൂർ എന്നുള്ള രീതിയിൽ കാമണിക്കൂർ തിരുവനന്തപുരമുള്ളവർക്കും അതുപോലെ കാമണിക്കൂർ അവിടെ ലക്നൌവിലുള്ളവർക്കും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പരസ്പരം അവിടുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു.
അങ്ങനെ അദ്ദേഹം കുറച്ചു നേരം സംസാരിച്ചു. വലിയൊരു അവസരം ലഭിച്ചു. അരമണിക്കൂറാണെങ്കിൽ പോലും ഒരുപാട് പേര് ആഗ്രഹിക്കുകയും അതുപോലെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസരമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഞാനൊരു ബോട്ടണി ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്തു. അപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എങ്ങനെ ഇത്തരം മലയാളത്തോട് കൂടുതൽ അടുത്തു എന്ന്. തീർച്ചയായിട്ടും വായന കൊണ്ട് തന്നെയാണ്. ഞാൻ നിരന്തരമായി വായിക്കുന്ന, എന്ത് കിട്ടിയാലും വായിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് മലയാള ഭാഷയെ സ്നേഹിക്കാനും മലയാള ഭാഷയിൽ എന്തെങ്കിലും എഴുതാനും സാധിച്ചത് എന്ന് ആദ്യമേ പറയട്ടെ. അമ്പരമധ്യേ വിളങ്ങുന്നൊരാദിത്യ ബിംബവും കെട്ടുപോമെങ്കിലാട്ടെ ആ കരി ഊതിപ്പിടിപ്പിച്ചു നല്ലൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി എന്നാണ് ജി ശങ്കരക്കുറുപ്പിന്റെ വരികൾ. അതായത് ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ആകാശത്ത് ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രമായ സൂര്യൻ കെട്ടുപോയാലും ആ കരി വീണ്ടും ഊതിപ്പിടിപ്പിച്ച് അത് വീണ്ടും തീക്കട്ടയാക്കി മാറ്റാനുള്ള സർഗശക്തി മനുഷ്യനുണ്ട് എന്നാണ് ആ വരികൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ രാകേഷ് ശർമ്മ നൽകിയ ഒരു ഉത്തരമുണ്ട്. സാരേ ജഹാംസേ അച്ഛ. ഉദ്ഘാടനം ചെയ്ത കവയിത്രി ഡോക്ടർ ഷൈനി മീര കഴിഞ്ഞ വർഷം 2025 മികച്ച അധ്യാപിക അവാർഡിന് എന്നെ തെരഞ്ഞെടുത്ത് രാംസ്വരാജ് ഫൗണ്ടേഷൻ അതുവരെ 33 വർഷമായി അധ്യാപന ജീവിതത്തിൽ ഉണ്ടായിരുന്ന എനിക്ക് ഒരു ഐഡന്റിറ്റി തന്ന ഒരു ഇതാണ് രാംസ്വരാജ് ഫൗണ്ടേഷൻ.